നമസ്കാരം. കേരള പോലീസിനെതിരെ നിരന്തരം കൊടിയ പീഡന കഥകൾ പുറത്തു വരുന്ന അവസരത്തിൽ ഇതാ മറ്റൊരു സംഭവവും കൂടി ഇപ്പോൾ വാർത്തയാവുകയാണ്. അതായത് തിരുവനന്തപുരത്ത് പേരൂർക്കടയിൽ ബിന്ദു എന്ന ദളിത് യുവതി അവർ ജോലി ചെയ്ത വീട്ടിൽ നിന്ന് മാല മോഷ്ടിച്ചു എന്ന ഒരു ആരോപണം പോലീസ് കെട്ടിച്ചമച്ച ഒരു കള്ള കേസാണെന്ന് ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ സംഭവം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് പോലീസിന്റെ വൻ വീഴ്ചയാണെന്ന് വാർത്ത പുറത്തു വരുമ്പോൾ നാം ചിലത് കൂടി ഓർക്കേണ്ടതുണ്ട്. ഈ ബിന്ദു എന്ന ദളിത് യുവതിക്ക് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ഏറ്റതിനേക്കാൾ കൊടിയ മാനസിക പീഡനം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ ഈ യുവതി പരാതിയുമായി ചെല്ലുമ്പോൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും അന്ന് ഒരു ആ യുവതിയോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയത്. വളരെ മോശമായ പെരുമാറ്റം ഉണ്ടായതിനെ സംബന്ധിച്ച് ആ നാളുകളിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും നിരവധി ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ആ സന്ദർഭത്തിലാണ് ബോബി ചെമ്മണ്ണൂർ എന്ന വ്യവസായി ഒരു നടിയെ വ്യക്തിഹത്യ നടത്തിയെന്നോ അല്ലെങ്കിൽ അവർക്കെതിരെ ഉണ്ടായ ലൈംഗിക ആരോപണ അവർ നൽകിയ കേസിനെ ആസ്പദമായി ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്ത ഒരു അത്തരത്തിൽ ഒരു നാടകം കേരള സർക്കാരും പോലീസും നടത്തി കഴിഞ്ഞ അവസരത്തിലാണ് ഇത്തരത്തിൽ ഒരു സാധു യുവതി തനിക്ക് നീതി കിട്ടണം, അതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടണം എന്ന് പറഞ്ഞുകൊണ്ട് പി ശശിയെ കാണാനായി എത്തുന്നതും പി ശശി തന്നെ തനിക്കിതൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വളരെ മോശമായ രീതിയിൽ ആ യുവതിയോട് പെരുമാറിയതും ആ നാളുകളിൽ വാർത്തയായതാണ്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയും എന്തിന് ഇങ്ങനെ ഒരു പെരുമാറ്റം നടത്തി. അതായത് സാധാരണക്കാരന്റെ സർക്കാരെന്നും സാധാരണക്കാരന് വേണ്ടി നിലനിൽക്കുന്ന പാർട്ടിയാണെന്നും പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓർക്കണം, താങ്കൾ ഒരു സാധാരണക്കാരന്റെ പാർട്ടിയാണ് പ്രതിനിധീകരിക്കുന്നതെങ്കിൽ സാധാരണക്കാരന് ഒരു നീതി പോലും താങ്കളുടെ ഓഫീസിൽ നിന്ന് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുണ്ടായ അവർക്ക് നേരിടേണ്ടി വന്ന ആ ഒരു അവഹേളനത്തെ കുറിച്ച് നമുക്കിവിടെ ഒന്നുകൂടി കേരള സമൂഹത്തിന് ഓർക്കേണ്ടി വരും. രണ്ട്, ഇപ്പോൾ ഈ ആരോപണം പോലീസ് കെട്ടിച്ചമച്ചതാണ് എന്ന് വരുമ്പോൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പോലീസിനെതിരെയുള്ള കടുത്ത ആരോപണങ്ങൾക്ക് വീണ്ടും ആക്കം കൂട്ടുകയാണ്. പേരൂർക്കട സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന എസ് ഐയും ASIയും, അതായത് പ്രസന്നൻ എന്നും പ്രസാദ് എന്ന പേരുള്ള രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരാണ് ഒരു സ്ത്രീ എന്ന അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്ന പരിഗണന പോലും നൽകാതെ ബിന്ദുവിനോട് അന്ന് സ്റ്റേഷനിൽ വെച്ച് പെരുമാറിയത് എന്ന് ഈ പാവം യുവതി വെളിപ്പെടുത്തുന്നുണ്ട്. അതായത് ക്രൈംബ്രാഞ്ച് മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ 400 പേജുള്ള റിപ്പോർട്ടിൽ അതൊരു കള്ളപ്പരാതിയാണെന്നും അത് പോലീസ് മനഃപൂർവ്വം കെട്ടിച്ചമച്ച പരാതിയാണെന്നും പറയുന്നുണ്ട്. അവരൊരു പാവം ദളിത് യുവതി ആയതുകൊണ്ട് തനിക്കത് ആരും ചോദിക്കാൻ വരില്ല എന്ന് കരുതിയാണ് പോലീസ് ഇത്തരത്തിലുള്ള പെരുമാറ്റം അവരോട് നടത്തിയത്. ഏതായാലും അവർ ജോലി ചെയ്ത വീട്ടിൽ ആകെ 3 ദിവസമാണ് ജോലിക്ക് നിന്നിരുന്നത്. സാധാരണ ഇത്തരം പോലീസ് കേസുകൾ ഉണ്ടാകുമ്പോൾ, മോഷണ കേസുകൾ ഉണ്ടാകുമ്പോൾ നീണ്ട കാലയളവിൽ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന വേലക്കാരോ മറ്റോ ഒക്കെയാണ് ഇത്തരത്തിൽ വീട്ടുടമസ്ഥന്റെയോ അല്ലെങ്കിൽ ആ വീട്ടിലെ ആരുടെയെങ്കിലും ഒക്കെ ആഭരണങ്ങൾ മോഷ്ടിച്ചതായി കഥ വരുന്നത്. എന്നാൽ ഇവർ ആകെ 3 ദിവസം മാത്രമാണ് ഇവിടെ ജോലി ചെയ്തത്. ഈ ഓമന ഡാനിയൽ എന്ന സ്ത്രീ ഈ മാല അവർ ഊരി വെച്ച സ്ഥലവും ആ മാല കിട്ടിയതിന് ശേഷവും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പ്രതി ചേർത്ത ബിന്ദുവിനോട് പോലീസ് അത് അവിടെ നിന്ന് കിട്ടി എന്ന് പോലും പറഞ്ഞില്ല എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഈ 2 പോലീസ് ഓഫീസേഴ്സും ഇപ്പോൾ ഒരു പ്രശ്നവുമില്ലാതെ അവരുടെ ജോലിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നിരവധി കഥകൾ പുറത്തു വരുമ്പോൾ വീണ്ടും പോലീസ് സേനയ്ക്ക് പുഴുക്കുത്തായി നിരവധി കഥകൾ ഇനിയും വരാനുണ്ട്. അത് ഇതെല്ലാം കേട്ട് കേരള സമൂഹം ആകെ ഞെട്ടിത്തരിച്ചിരിക്കുമ്പോൾ CPM എന്ന പാർട്ടിക്കകത്ത് ഈ ആടിനെ പട്ടിയാക്കുന്ന രീതിയിലുള്ള പാർട്ടി നേതാക്കൾ, അതായത് പിണറായി വിജയൻ ഇതുവരെ ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ മറുപടി പറഞ്ഞിട്ടില്ല. ഇക്കഴിഞ്ഞ ദിവസം MP ജയരാജന്റെയും കൂടാതെ EP ജയരാജന്റെയും എന്തിന് ഇപ്പോൾ തോമസ് ഐസക്കിന്റെയും പ്രസ്താവനകൾ കേൾക്കുമ്പോൾ നാമെല്ലാം വെറും മടയരാണ് എന്ന രീതിയിലും അവരുടെ പോലീസ് അവരുടെ ഭരണം ഒക്കെ ഏറ്റവും മെച്ചപ്പെട്ടതാണ് എന്നൊക്കെ രീതിയിലുള്ള സംസാരം കേൾക്കുമ്പോൾ കേരള ജനതയെ പിണറായി വിജയന്റെ പോലീസും എന്തിന് CPM എന്ന പാർട്ടി പോലും വല്ലാതെ പറഞ്ഞ് പറ്റിക്കുന്ന, നമുക്കിതൊന്നും അറിയില്ല എന്ന രീതിയിലുള്ള പറ്റിക്കലിന്റെ ഭാഷ പ്രയോഗിക്കുമ്പോൾ ഇവരോടൊക്കെ നമുക്ക് അവജ്ഞ നിറഞ്ഞ ഒരു മറുപടിയാണ് നമുക്ക് കേരള സമൂഹത്തിന് ഇവരോട് പറയാനുള്ളത്. ഇത്രയും ഗതികെട്ട ഒരു പോലീസ് ഭരണം കേരള ജനത കണ്ടിട്ടില്ല. EP ജയരാജനും MP ജയരാജനും എന്തിന് ഈ പറയുന്ന തോമസ് ഐസക്കും ഒക്കെ അതായത്
പണ്ട് നടന്ന കഥകൾ പറഞ്ഞാണ് ഇപ്പോൾ ഇതിനെ എല്ലാം തിരിച്ചടിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. ഇവരോടെല്ലാം വളരെ ബഹുമാനത്തോടെ നമുക്ക് പറയാനുള്ളത്, ഇത് ഇപ്പോൾ നടക്കുന്ന കാര്യമാണ്. നിങ്ങൾ വർത്തമാനകാലത്തിൽ ബഹുമാനപ്പെട്ട നേതാക്കളെ നിങ്ങൾ സഞ്ചരിക്കണം. സാധാരണക്കാരന്റെ നീതി കിട്ടുമെന്ന് പറച്ചിലിൽ മാത്രം കാണിക്കുന്ന ഈ സർക്കാർ സാധാരണക്കാരന് നീതി കിട്ടുന്ന രീതിയിൽ എന്ത് ചെയ്തു എന്ന് നിങ്ങൾ തന്നെ ആലോചിക്കണം.